ഹായ് പ്രിയപ്പെട്ടവരെ, ശബരിമല ക്ഷേത്രത്തിന് തീയിട്ടതും അവിടുത്തെ വിഗ്രഹം പല കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കിയതും സംബന്ധിച്ചുള്ള കേസിൻ്റെ വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞോ? ഇപ്പോഴല്ല, 1950 നടന്ന സംഭവമാണ്. പ്രതികൾ ആരെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ യാതൊരു തെളിവുമില്ലാത്തതിനാൽ പോലീസ് കേസ് അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ഇക്കാര്യത്തിൽ യാതൊരു പ്രസക്തിയില്ലെങ്കിലും ചിലർ ബോധപൂർവം സംഘടിതമായി ഇതൊക്കെ കുത്തിപ്പോക്കുന്നുണ്ട്. അതിൽ ഉന്നം വെക്കുന്നത് ആരെയാണ്? ക്രൈസ്തവരെയാണ് ഉന്നം വെക്കുന്നത്. അത് സംബന്ധിച്ച പ്രസംഗം ഒന്ന് കേൾക്കുക. ഇത് പറയുമ്പോൾ ഇത് മാത്രമല്ല, ഇതിനോട് അനുബന്ധമായ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ദേവന് ശക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ക്രൈസ്തവർ ശ്രമിക്കുന്നു. ദേവനെ താന്ത്രിക ബന്ധനത്തിലാക്കിയിരിക്കുന്നു. അതിനുവേണ്ടി ശബരിമലയ്ക്ക് ചുറ്റും 100-ലേറെ പള്ളികൾ പണിതിരിക്കുന്നു. അങ്ങനെ വളരെ ബുദ്ധിപൂർവ്വം തന്ത്രപൂർവ്വം ക്രൈസ്തവർ ശബരിമല ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ഭീതിജനകമായ കാര്യവും കൂടുതൽ കേൾക്കണം. ഇത് രണ്ടും കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ വർഗീയ വികാരം ഇളക്കിവിട്ട് ഇവിടെ കമ്മ്യൂണൽ ഫെയർ ഉണ്ടാക്കാനുള്ള ഗൂഢശ്രമം മനസ്സിലാകുന്നത്. ഒന്ന് കേട്ടു നോക്കാം. പരമ പവിത്രമായ ആ വിഗ്രഹം തച്ചുടച്ചു വെട്ടിനുറുക്കി ശബരിമലയ്ക്ക് തീവച്ച് ഏതാണ്ട് 75 വർഷം കഴിഞ്ഞിട്ടും പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പ്രതികളെ കണ്ടെത്താനോ അവരുടെ രോമത്തിൽ തൊടാനോ കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല. ആലോചിച്ച് നോക്കൂ. അപ്പോൾ കേരളത്തിൽ നമ്മളൊക്കെ വലിയ കരുത്താണ്. നമ്മൾ ഇത്ര പേരുണ്ട്, ഇന്നിപ്പോൾ 6000 പേര് വന്നിട്ടുണ്ട്. നമ്മൾ വിളിച്ചാൽ 6 അല്ല, ചിലപ്പോൾ 60,000 പേരെ സംഘടിപ്പിക്കാൻ എല്ലാം മാർക്കേ കഴിയും. പക്ഷേ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ ആധ്യാത്മിക ചൈതന്യമായ ശബരിമലയ്ക്ക് തീവച്ചവരെ, ആ വിഗ്രഹം നശിപ്പിച്ചവരെ ഒരു പെറ്റിക്കേസിൽ പോലും കൊടുക്കാൻ കഴിയാത്ത ആളുകളാണ് നമ്മൾ. നമുക്ക് വേണ്ടി ആരും പറയാനില്ല. നമ്മുടെ ഭഗവാനെ, നമ്മുടെ ദൈവത്തെ, നമ്മുടെ വിശ്വാസത്തെ വെട്ടിമുറിച്ചാൽ ഒരു ചുക്കും ഈ നാട്ടിൽ നടക്കില്ല. അങ്ങനെ ആയിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, കേരളത്തിൻ്റെ ഭരണത്തിൽ സ്വാധീനമുള്ള ക്രൈസ്തവ മന്ത്രിമാർ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് നേതാക്കന്മാർ ഇത് ഒതുക്കി എന്ന് വിചാരിക്കാം. യാഥാർത്ഥ്യം മനസ്സിലാക്കുക, അന്ന് കേരളം ഉണ്ടായിട്ടില്ല. അന്നത്തെ തിരുക്കൊച്ചി സംസ്ഥാനത്ത് നടന്ന സംഭവമാണിത്. 1956 കേരളപ്പിറവി. അതിനുശേഷമാണ് കേരള മന്ത്രിസഭ ഭരിക്കുന്നത്. തിരുക്കൊച്ചി മന്ത്രിസഭയിൽ അന്ന് ആരായിരുന്നു ഭരണം? ഇന്ന് നമ്മൾ ഗവർണർ എന്നൊക്കെ പറയുന്നത് പോലെ അന്നത്തെ ഭരണത്തലവൻ രാജ്മുഖ് ആയിരുന്നു. തിരുവിതാംകൂർ മഹാരാജാവ് ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. അന്നത്തെ പ്രീമിയർ ആയിരുന്നത്, അതായത് മുഖ്യമന്ത്രി ടി.കെ. നാരായണപിള്ള. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതും ടി.കെ. നാരായണപിള്ള തന്നെ. സംഭവം നടന്ന സമയത്ത് മെയ് മാസത്തിൽ അദ്ദേഹമായിരുന്നു മുഖ്യമന്ത്രിയെങ്കിലും ജൂലൈ മാസത്തിൽ അദ്ദേഹം രാജിവെച്ച് സി കേശവ് മുഖ്യമന്ത്രിയായത് നമുക്കറിയാം. അന്നത്തെ ഈ കേസന്വേഷണത്തിന് ചാർജ് അന്ന് DIG ആയിരുന്ന കേശവമേനോനായിരുന്നു. ഞാനീ പറഞ്ഞ എല്ലാവരും ഹൈന്ദവരല്ലേ? ക്രൈസ്തവർ ആരെങ്കിലും അവിടെ ചുമതലയുണ്ടോ? ഭരണം പുറത്തുനിന്ന് നിയന്ത്രിക്കുന്ന കോൺഗ്രസിൻ്റെ തലപ്പത്ത് ക്രൈസ്തവരായിരുന്നാണോ? അല്ല. ഇന്നത്തെ KPCC പോലെ ട്രാവൻകൂർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, ആ TPCC പ്രസിഡന്റോ പ്രധാന ഭാരവാഹികളോ ആയി ക്രൈസ്തവരുണ്ടായിരുന്നില്ല. അന്ന് കേരള കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടിട്ട് പോലുമില്ല. 1964 ഒക്ടോബർ 9 കേരള കോൺഗ്രസ് രൂപീകരിക്കുന്നത്. കേരള കോൺഗ്രസ് രൂപീകരിച്ച ആദ്യത്തെ നേതാക്കന്മാരോ ഒന്നും ഈ 50കളിൽ തിരുക്കൊച്ചി സംസ്ഥാനത്ത് പ്രമുഖ സ്ഥാനങ്ങളിലോ പദവികളിലൊന്നും എത്തിയിട്ടുമില്ല. ആ നിലയ്ക്ക് എങ്ങനെ ക്രൈസ്തവർ ഇതിന് മുന്നിൽ പ്രവർത്തിച്ചു എന്ന് പറയാൻ കഴിയും? നോക്കാം. കേസ് സംബന്ധിച്ച വിശദാംശത്തിലേക്ക് വന്നാലോ. ഈ സംഭവം നടന്നിട്ട് കൃത്യം 1 മാസം കഴിഞ്ഞാണ് പുറലോകം അറിയുന്നത്. അപ്പോഴേക്കും മഴയൊക്കെ പെയ്ത് കാൽപ്പാടുകളോ വിരലടയാളങ്ങളോ എല്ലാം നഷ്ടപ്പെട്ട് കാര്യമായ തെളിവുകളൊന്നും ലഭിക്കാത്ത അവസ്ഥ വന്നു. പൈലി എന്നു പേരുള്ള ഒരു ഫോറസ്റ്റ് വാച്ചർ മദ്യപിച്ച് വേട്ടയ്ക്ക് പോകാറുണ്ടായിരുന്നു എന്നതിനാൽ അയാളെ കേന്ദ്രീകരിച്ചൊക്കെയാണ് സംശയം ആദ്യം വന്നത്. എങ്കിലും ആ നാളുകളിൽ അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല, അയാൾ മറ്റൊരിടത്തായിരുന്നു എന്ന് പോലീസിന് ബോധ്യപ്പെടുകയും ചെയ്തു. പ്രതികൾ ആരെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ യാതൊരു തെളിവുമില്ലാത്തതിനാൽ പോലീസ് കേസ് അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. ആരോ സാമൂഹ്യ വിരുദ്ധർ, മദ്യപര്, വേട്ടക്കാർ, പ്രകോപിതരായി ചെയ്ത കാര്യമെന്ന രീതിയിൽ അവഗണിക്കാവുന്നത്. തന്നെയുമല്ല, നമ്മൾ സംസ്കാരമുള്ളവർ എന്താ ശ്രദ്ധിക്കേണ്ടത്? പഴയകാല മുറിവുകൾ ഉണക്കുകയല്ലേ വേണ്ടത്? പഴയകാല മുറിവുകൾ വീണ്ടും മാന്തിപ്പറിച്ച് പഴുപ്പാക്കി എന്തിനിവിടെ ഒരു സാമുദായിക കലാപം ഉണ്ടാകാൻ ശ്രമിക്കുന്നു? തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ നിഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. ഈ വെറുതെ എല്ലാ വിവാദങ്ങളും ഉണ്ടാവുന്നത് അതൊരു ഫോക്കസ് ഉണ്ട്. ഞാനതിൻ്റെ മാപ്പ് നോക്കി. ഇപ്പോൾ അങ്ങേക്ക് ഗൂഗിളിൽ നോക്കാം, ഇത് കേൾക്കുന്ന ആർക്കും നോക്കാം. ശബരിമലയ്ക്ക് ചുറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഇടവകയ്ക്ക് ഒരു പള്ളി, ഇപ്പോൾ ഓർത്തഡോക്സുകാർക്ക് ഒരു പള്ളി, മലങ്കരക്കാർക്ക് അങ്ങനെയാണല്ലോ. ശബരിമലയ്ക്ക് ചുറ്റും മാത്രം 138 പള്ളിയാണ്. അത്രമാത്രം ക്രിസ്ത്യാനികൾ ഈ കാനന പ്രദേശത്തുണ്ടോ? ഇതിൻ്റെ പേരാണ് സ്റ്റോക്കിംഗ്. ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു മതം നിർഭാഗ്യവശാൽ ക്രിസ്തുമതമാണ്. ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളെ ഇവർ ഫോക്കസ് ചെയ്തിട്ട് ചുറ്റോട് ചുറ്റും ഇവർ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കും. സ്ഥലം വാങ്ങോടെ അവിടെ പള്ളികൾ നിറയും ചുറ്റും. നമ്മൾ അറിയില്ലത് ബേർജിൻ. ഇതാണ് ശബരിമല ഉള്ളത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ സത്യത്തിൽ അയ്യപ്പൻ ഫിസിക്കലിയും ബന്ധനസ്ഥനാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഈ ശബരിമല ക്ഷേത്രത്തിൽ നിന്നോ പമ്പയിൽ നിന്നോ 18 കിലോമീറ്ററിനൊക്കെ അപ്പുറത്താണ് ആദ്യത്തെ പള്ളി ഉള്ളത്. നിലയ്ക്കൽ പള്ളിയോ മറ്റ് പരിസരത്തുള്ള എല്ലാ പള്ളികളും എടുത്ത് നോക്കിയാലും 18-25 കിലോമീറ്ററിനുള്ളിലാണെന്ന് ഓർക്കണം.
എന്നാൽ ഈ കേരളത്തിൽ എത്രയോ മുസ്ലിം പള്ളികളും ക്രൈസ്തവ പള്ളികളും എത്രയോ അമ്പലങ്ങളും ക്രിസ്ത്യൻ പള്ളികളും ഒക്കെ 1 കിലോമീറ്ററിനുള്ളിൽ 3-4 എണ്ണം എത്ര എണ്ണം ഉണ്ട്? ആർക്കെങ്കിലും പരാതിയുണ്ടോ? ആരെങ്കിലും അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? മലയാറ്റൂർ മലയുടെ 10 കിലോമീറ്ററിനുള്ളിൽ 100-ലേറെ ഹൈന്ദവ അമ്പലങ്ങളോ ക്ഷേത്രങ്ങളോ കാവുകളോ ആയിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിൾ ജെമിനി സെർച്ച് ചെയ്താൽ മനസ്സിലാവും അത്. മലയാറ്റൂർ മലയെ ഹൈന്ദവർ സംഘടിതമായി വലയം ചെയ്യുന്നു, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഈ പറഞ്ഞതിനർത്ഥം ശബരിമലയെ ആസൂത്രിതമായി അറ്റാക്ക് ചെയ്യുന്നതാണ്. കാരണം ശബരിമലയിലെ പോലെ ഇത്രയധികം ഭക്തന്മാർ ഒരുമിച്ച് വിളിക്കുന്ന ഒരു ദേവത ലോകത്ത് ഒരിടത്തുമില്ല, ഉണ്ടാവില്ല. ആ ശബരിമലയിലെ അയ്യപ്പ ക്ഷേത്രത്തിന്റെ ശക്തി കുറയ്ക്കാൻ എന്താണ് വഴി എന്നുള്ളതാണ് ഈ ആസൂത്രണക്കാർ ചിന്തിക്കുന്നത്. 50കളിൽ ഇന്നത്തെ തിരക്കില്ല ശബരിമലയിൽ. അന്നത്തെ കാലത്ത് ഇവർ മുൻകൂട്ടി കണ്ടു, ദിസ് ഇസ് ഗോയിങ് ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് റെസ്പെക്ടഡ് ടെമ്പിൾസ് ഇൻ ദ വേൾഡ്, സോ ദിസ് ഹാസ് ടു ബി ഡിസ്ട്രോയ്ഡ് ഫസ്റ്റ്. ആദ്യം ഇത് തകർക്കണം. അപ്പൊ ഇവർ അന്നേ കണ്ടിട്ടുണ്ട് ഇത് ആ ക്ഷേത്രത്തെ ഇല്ലാതാക്കുന്നുള്ളൂ. ക്രിസ്തീയ സഭയുടെ ഐഡന്റിറ്റിയാണ് അവരെ സംബന്ധിച്ച് ക്രൈസിസ് ആണത്. കാരണം മലമുകളെല്ലാം ഞങ്ങൾക്കുള്ളതാണെന്ന് വിചാരിക്കുകയാണ് അവർ. അപ്പം പിന്നെ they will fight for it. All these geopolitics comes out of this particular verse. അല്ലേ? ഈ ഒരൊറ്റ വേഴ്സ് ആണ്. എന്താണ്? നിങ്ങൾക്ക് ഞാൻ ദാനം തന്നാണ് ഈ ഭൂമി, നിങ്ങൾ ഇഷ്ടം പോലെ പെറ്റി വരിക്കോളം ബൈബിളിലുണ്ട്. അതുകൊണ്ട് ആ അമ്പലങ്ങൾ പൊളിക്കണം, ആ അവരുടെ ചിഹ്നങ്ങൾ നീക്കം ചെയ്യണം, അതെല്ലാം ചെകുത്താനാണ് ചിന്തിക്കുന്ന രീതിയിലാണ് തുടങ്ങുന്നത്. ദേവൻ ഇത് തടയാൻ കഴിയില്ലെന്ന് ചോദിച്ചാൽ ഏതൊരു ദേവതയെയും മനുഷ്യൻ എന്നതുപോലെ ബന്ധിക്കാൻ സാധിക്കും. ഈശ്വരനെ ബന്ധിക്കും. ഈശ്വരനല്ല, ദേവതയാ. ഡിഫറൻസ് ഞാൻ പറഞ്ഞു. വ്യക്തിത്വം കൊടുത്തു കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിരിക്കുന്ന മൂർത്തിയെ ബന്ധിക്കാൻ പറ്റും, പരിമിത ശക്തിയുള്ള അതിനെ ബന്ധിക്കാൻ പറ്റും. അങ്ങനെ അയ്യപ്പനെ ഇത്തരത്തിൽ തന്ത്രിമാരെ തന്നെ സ്വാധീനിച്ച് ബന്ധിച്ചുവോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു. അല്ലെങ്കിൽ ഇത്ര മാത്രം നെറുകേടുകളും ആക്രമണങ്ങളും മറ്റൊരു ക്ഷേത്രം നേരിടുന്നില്ല. തന്ത്രിമാരെ ഉപയോഗിച്ച് തീർച്ചയായും ശബരിമല അയ്യപ്പനെ ബന്ധനത്തിലാക്കിയിരിക്കുന്നു എന്നാണ് അങ്ങ് പറയുന്നത്. എത്രയോ തൊട്ടടുത്ത് അമ്പലങ്ങളും പള്ളികളും മോസ്കുകളും നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ആലുവ റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തുള്ള ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയും ഒരൊറ്റ മതിലിന്റെ അപ്പുറവും ഇപ്പുറവുമാണ്. ക്രിസ്ത്യൻ പള്ളിയുടെ ഭിത്തിയിൽ നിന്നും ഒരു ടേപ്പ് അങ്ങ് പിടിച്ചാൽ 50 മീറ്റർ അകലമേ ഉള്ളൂ മുസ്ലിം പള്ളിയുടെ ഭിത്തിയിലേക്ക്. അത്ര സമീപത്താണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരെങ്കിലും പള്ളിയുടെ സമീപത്ത് കൊണ്ട് മോസ്ക് വെച്ചു എന്ന് പരാതിപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എന്തിനും ആവശ്യമില്ലാത്ത കലാപത്തിന് ശ്രമിക്കുന്നു. ഏതെങ്കിലും പുറമ്പോക്കിലൊരു വിഗ്രഹം വെച്ച് ഒരാഴ്ച കഴിഞ്ഞൊരു മേൽക്കൂരയെ സ്ഥാപിച്ച് 1 വർഷം കഴിഞ്ഞ് ചുറ്റുമതിലും കെട്ടി പിന്നീട് വലിയ അമ്പലം പണിത് വരുന്ന അങ്ങനെയുള്ള പുറമ്പോക്ക് കയ്യേറ്റ സ്വഭാവം കത്തോലിക്കർക്കോ ഒരു ക്രൈസ്തവ വിഭാഗത്തിനും ഇല്ല. കൃത്യമായി രജിസ്റ്റർ ചെയ്ത് വാങ്ങിയ സ്വന്തം അവകാശത്തിൽ കരം കിട്ടുന്ന ഭൂമിയിൽ മാത്രമാണ് പള്ളിയോ കുരിശുപള്ളിയോ പോലും സ്ഥാപിക്കുന്നത്. ആ നിലയ്ക്ക് നിയമവ്യവസ്ഥയെക്കുറിച്ച് ഉൾപ്പെടെ യാതൊരു ബോധവുമില്ലാത്ത ആളാണ് ഇത് പറഞ്ഞെന്ന് വിചാരിക്കണം. ഇതൊക്കെ പറയുന്ന ലക്ഷ്യം എന്തെല്ലാം തരത്തിലുള്ള സാമുദായിക ധ്രുവീകരണമാണെങ്കിലും ഈ നാളുകളിൽ ക്രൈസ്തവരെ കൂടുതൽ മുറിപ്പെടുത്തുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്യുന്നത് സംഘപരിവാറിനും BJPക്കുമാണ് ദോഷം ചെയ്യുക എന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. എൻ്റെ സഹോദരങ്ങൾ, ഈ പറഞ്ഞ വീഡിയോ ഒക്കെ പ്രചരിക്കുന്നത് കാണുന്ന ഹൈന്ദവ സഹോദരങ്ങളൊന്ന് ഓർക്കണം. നിങ്ങളെ തന്നെ കുടുക്കിലാക്കാൻ, ഹൈന്ദവരെ തന്നെ കുടുക്കിലാക്കാനുള്ള ക്ഷുദ്രജീവികളുടെ ഒരു കെണിയാണ് എന്ന് മനസ്സിലാക്കണം. ക്രമീകരിക്കാൻ വേണ്ടി, ഒരുപക്ഷെ ഇതൊക്കെ ഒരു വോട്ട് ബാങ്ക് ക്രമീകരിക്കാൻ വേണ്ടി ആരെങ്കിലും ബോധപൂർവം പ്ലാൻ ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്ത് സമൂഹത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഈ ഹൈന്ദവ വിഭാഗത്തിനോ സംഘപരിവാറിനോ BJPക്കോ പോലുമാണ് ദോഷമായിട്ട് വരിക എന്ന് മനസ്സിലാക്കണം. വിദ്യാലയത്തിൻ്റെ 400 മീറ്ററിനുള്ളിൽ മദ്യശാല പാടില്ല എന്ന നിയമമൊക്കെ ഉള്ളതുപോലെ ഒരുപക്ഷെ സംഘപരിവാറിന് ആധിപത്യം ഉണ്ടാകുന്നൊരു കാലം വന്നാൽ ക്ഷേത്രത്തിൻ്റെയോ അമ്പലത്തിൻ്റെയോ ഇത്ര കിലോമീറ്ററിനുള്ളിലുള്ള മോസ്കുകളും ക്രിസ്ത്യൻ പള്ളികളും എല്ലാം പൊളിച്ചു നീക്കും. ബാബറി മസ്ജിദ് കർഷകരെ വിട്ട് പൊളിച്ചതുപോലെ പൊളിച്ചു കളയും എന്ന ഒരു ഭയം ജനിപ്പിക്കാൻ പോലും ഇടയാവില്ലേ? അതാർക്കാ ദോഷം ചെയ്യുന്നത്? സംഘപരിവാറിനും BJPക്കും തന്നെയാണ്. എന്തിനിങ്ങനെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു? ഈ രാജ്യത്ത് എവിടെയും സ്വകാര്യ സ്വത്തവകാശം ഉള്ളതുകൊണ്ട് അവിടെ സ്വന്തമായി ഭൂമി രജിസ്റ്റർ ചെയ്ത് വാങ്ങി അവിടെയുള്ള വിശ്വാസികൾക്ക് ആരാധനാലയം പണിയാൻ എല്ലാ മതസ്ഥർക്കും അവകാശമില്ലേ? ശബരിമലയ്ക്ക് ചുറ്റും ഇങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കുറെ പള്ളി പണിത് വെക്കാൻ ക്രൈസ്തവർക്ക് എന്താ? അത്രയ്ക്ക് ബോധമില്ലാത്ത ക്രൈസ്തവർ ആരാ ഇവിടെ ഉള്ളത്? ആ പള്ളികളുള്ള പ്രദേശത്ത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ശബരിമലയ്ക്ക് ചുറ്റും എത്ര പള്ളിയുണ്ടെന്ന് വിചാരിച്ചാലും ആ പള്ളികളുള്ള ലൊക്കേഷൻ എടുത്തിട്ട് അവിടുത്തെ പോപ്പുലേഷൻ നമുക്ക് നോക്കാം. ഈ രാജ്യത്ത് ഭൂമി വാങ്ങാനും കൈവശം വെക്കാനും അവകാശമുള്ളിടത്തോളം കാലം അവർ പണം കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് വാങ്ങുന്ന പറമ്പിൽ അവിടെ പള്ളി പണിയാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു? കൃത്യമായ രേഖയുള്ളതല്ലേ എല്ലാം. ഞാനീ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.